ഹായ്, അപ്പോൾ ഇത് നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിയുടെ പാർട്ട് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് എന്നെ ഡോക്ടർ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു സ്കാനിങ് സെൻറ്ററിലേക്ക് എനിക്ക് ലെറ്ററൊക്കെ എഴുതി തന്നു. അപ്പോൾ എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂരിലുള്ളൊരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്കാനിങ് സെൻറ്ററിലോട്ടായിരുന്നു എനിക്ക് ലെറ്റർ എഴുതി തന്നിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലിസ്റ്റും കുഴപ്പമില്ലാതെ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ വല്ലാതെ ഡൗൺ ആയിപ്പോയി. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടാണല്ലോ ഇത്രയും നാൾ നമ്മളത് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ലപോലെ വിഷമമായി. പിന്നെ ഞാൻ അത്ര നല്ല പിള്ളയല്ലായിരുന്നു. ഞാൻ ഈ വെള്ളം കൂടിയൊക്കെ എനിക്ക് വളരെ കുറവായിരുന്നു. കാരണം എനിക്ക് പച്ചവെള്ളം എനിക്ക് തീരെ കുടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്തു പോകുമായിരുന്നു. തീരെ എനിക്ക് പറ്റാത്തൊരു സംഭവമായിരുന്നു പച്ചവെള്ളം. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡിന് ഷോപ്പുള്ള കാരണം എനിക്ക് കരിക്കും വെള്ളം കിട്ടും. കരിക്കും വെള്ളം മാത്രം കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേർണി കൊണ്ടുപോയിരുന്നത്. കാരണം ഈ പച്ചവെള്ളം എനിക്ക് അത്രയും പറ്റില്ലായിരുന്നു. കംപ്ലീറ്റ് ഞാൻ വൊമിറ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് കരിക്കും വെള്ളം കൊണ്ടുവന്നു. അപ്പോൾ കരിക്കും വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ മാനേജ് ചെയ്തിരുന്നത് പച്ചവെള്ളത്തിന് പകരം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എന്തെങ്കിലും ഡെയിലി ലൈഫിൽ ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നൊക്കെയായിരുന്നു എൻ്റെ തോട്ട് ആ ടൈമിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സ്കാനിങ് സെൻറ്ററിലോട്ട് പോയി. സ്കാനിങ് സെൻറ്ററിൽ പോകുമ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് തിരിച്ചു വരുന്നത് വളരെ വിഷമിച്ചിട്ടാണ്. ചിലർ കരഞ്ഞിട്ട് വരുന്നുണ്ട്, ചിലർ വളരെ വിഷമിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, മനസ്സിലാവുന്നില്ല എന്താ അവിടെ നടക്കണേന്നുള്ളൊരു കാര്യം എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഇതെത്തി. അപ്പോൾ അന്ന് ആ ദിവസം അവിടെ സ്കാനിങ്ങിന് എൻ്റെ സിമിലർ പേരുള്ള വേറൊരു കുട്ടികളുണ്ടായിരുന്നു. അതായത് എൻ്റെ പേര് ദിൽഷ, ലാസ്റ്റ് നെയിം ഷാ എന്ന് വരുന്ന വേറൊരു കുട്ടിയും കൂടി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നേഴ്സ് വന്ന് പേര് വിളിച്ചു. ആ കുട്ടീനെയായിരുന്നു വിളിച്ചിരുന്നത്. ബട്ട് അബദ്ധവശാൽ ഞാൻ എൻ്റെ പേരാണ് വിളിച്ചതെന്ന് വെച്ചിട്ട് ഞാൻ കയറി ചെന്നു. സ്കാനിങ് റൂമിൽ വന്ന് കിടന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു എന്തായി, ഞാൻ പറഞ്ഞ ടെസ്റ്റ് ചെയ്തിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്ത് ടെസ്റ്റിനെ പറ്റിയിട്ടൊക്കെ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്, മീൻസ് ആ സ്കാനിങ് സെൻറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ എന്ത് ടെസ്റ്റിനെ പറ്റിയിട്ട് അവർ ചോദിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇല്ല എന്ത് ടെസ്റ്റാണ് എനിക്കറിയില്ല, മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല ഡൗൺ സിൻഡ്രം കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ടെസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊരാൾക്ക് ഡൗൺ സിൻഡ്രം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ, എൻ്റെ വീട്ടിലങ്ങനെ ആർക്കും ഡൗൺ സിൻഡ്രം ഒന്നുമില്ല. ഡോക്ടർ എന്തിനെ പറ്റിയാണ് സംസാരിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ഫയൽ എടുത്ത് നോക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർ വിളിക്കാൻ ഉദ്ദേശിച്ച പേഷ്യൻ്റ് അല്ല ഞാനെന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, കുഴപ്പമില്ല, എൻ്റെ അത് നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ സ്കാനിങ് ചെയ്തു. അപ്പോൾ ഇനി ബാക്കി ഞാൻ അടുത്ത പാർട്ടിൽ പറയാം.